മിനിമം വേതനം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തുന്ന സമ്പൂർണ്ണ പണിമുടക്ക് ആരംഭിച്ചു. ശമ്പള വർധനയിൽ UNA-യുമായി ധാരണയിലെത്താത്ത എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ആശുപത്രികളിലാണ് ശക്തമായ സമരം നടക്കുന്നത്. 200ഓളം സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ വേതനം നൽകാമെന്ന് ഉറപ്പു നൽകിയതോടെ സമരം പിൻവലിച്ചു. റിനു ശ്രീധർ വിവരങ്ങൾ വച്ചിരുന്നു. റിനു, സമരം ഒരു പരിധിവരെ ഫലം കണ്ടു എന്ന് ഉറപ്പായും പറയാം. പക്ഷേ ചില മാനേജ്മെന്റുകൾ സർക്കാർ പറഞ്ഞാലും അത് കേൾക്കില്ല എന്ന വാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരു അന്തിമമായ പരിഹാരം എപ്പോഴുണ്ടാകുമെന്നാണ് നഴ്സുമാരുടെ സംഘടനയുടെ പ്രതീക്ഷ. റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി കൃഷ്ണ. എന്തായാലും 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരവുമായി രംഗത്ത് ഉള്ളത്. ഏകദേശം 490 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സമരരംഗത്ത് ഇറങ്ങിയത്. ഇതിൽ ഏകദേശം 200ഓളം ആശുപത്രികൾ ഇവരുമായി കരാർ ഒപ്പിടുന്ന സാഹചര്യം. ഇവർ പറയുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ നൽകാം എന്നുള്ളതാണ് അവർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ തെക്കൻ കേരളത്തിൽ ആശുപത്രിക്ക് മുന്നിൽ സമരപ്പന്തലുകളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഏകദേശം ഇവർ കരാറിൽ ആയിക്കഴിഞ്ഞു. അതേസമയം എറണാകുളം, തൃശൂർ, അതുപോലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സമരം ഇന്ന് ശക്തമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ നിലവിൽ ആശുപത്രി അധികൃതരുമായും ഒപ്പം UNA-യുമായും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനുമായും ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ചർച്ചയിൽ ഏതെങ്കിലും ഒരു സമവായത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ സമരത്തിലേക്ക്, നിലവിൽ ആശുപത്രിയിലെ OP-യും അതുപോലെ തന്നെ കാഷ്വാലിറ്റി അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ആശുപത്രിക്ക് മുന്നിൽ സമരപ്പന്തലുകൾ കെട്ടി ഇപ്പോൾ UNA-യുടെ നേതൃത്വത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഈ ബാക്കിയുള്ള ആശുപത്രികൾ ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകാനാണ് നിലവിൽ UNA-യുടെ തീരുമാനം. ഹാഷ്മി കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.